എല്ലാവർക്കും എന്റെ വായന ദിനാശംസകൾ. ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകമാണ് മാധവിക്കുട്ടിയുടെ എന്റെ പ്രിയപ്പെട്ട കഥകൾ. ഏടുകൾ മറിയുമ്പോൾ തുടരുന്നു നമ്മുടെ യാത്ര തുടരുന്നു. ഈ കഥാസമാഹാരത്തിൽ മാധവിക്കുട്ടിയുടെ പ്രശസ്തമായ 19 ചെറുകഥകൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് നെയ്പായസം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കഥയാണ് നെയ്പായസം. ഭാര്യ മരണപ്പെട്ട 3 കുട്ടികളുടെ അച്ഛന്റെ മനോഗതത്തിലൂടെയാണ് ഈ കഥ കടന്നു പോകുന്നത്. കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനുമായി ജീവിക്കുന്ന സഹോദരിമാരുടെ പ്രാധാന്യമാണ് ഈ കഥയിലൂടെ മാധവിക്കുട്ടി വരച്ചു കാട്ടുന്നത്. ഈ കഥയിൽ ഹൃദയഭേദകമായ ഒരു രംഗമുണ്ട്. അമ്മ മരിച്ചതറിയാതെ അമ്മയെ കാത്തിരിക്കുന്ന 3 മക്കൾ. അമ്മയുടെ ശവദാഹം കഴിഞ്ഞ് തിരികെ വരുന്ന അച്ഛനോട് അമ്മ വന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കരായ ഇളയ മകൻ. ആ രാത്രി അമ്മ മരിച്ചെന്ന് പറഞ്ഞ് അവരെ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതി അമ്മ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കൊടുക്കാതെ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാം എന്ന് അച്ഛൻ പറയുന്നു. എന്നാൽ അമ്മ ഉണ്ടാക്കി വെച്ച നെയ്പായസം തന്നെ മതി എന്ന് മക്കൾ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് അച്ഛൻ ആ നെയ്പായസം മക്കൾക്ക് വിളമ്പി കൊടുക്കുന്നു. അവർ നെയ്പായസം കഴിക്കുന്നത് വിഷമത്തോടെ ആ അച്ഛൻ നോക്കിയിരിക്കുന്നു. ചോറ് തരട്ടെ ഉണ്ണി എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഉണ്ണി പറഞ്ഞു, വേണ്ട, എനിക്ക് നെയ്പായസം മതി. അമ്മ ഉണ്ടാക്കിയ നെയ്പായസത്തിന് നല്ല സ്വാദുണ്ട്. രാജനും പറഞ്ഞു, അമ്മ ഉണ്ടാക്കിയ നെയ്പായസം നല്ല സ്വാദുള്ളതാണെന്ന്. അമ്മയില്ലാത്ത വീട് വീടല്ല എന്ന സന്ദേശമാണ് ഈ കഥ നമുക്ക് കുട്ടികളായ നിങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ കഴിയുന്ന കഥകളാണ് ഈ കഥാസമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ കഥകൾ വായിക്കുക. നന്ദി, നമസ്കാരം.